ഹേ ഹലോ ഡിവിയേഴ്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് കൂഡ്. ചെറായി ബീച്ചിൽ ബീച്ചല്ലാതെ എന്തുണ്ട്? എന്നാ ഒന്ന് കണ്ടു നോക്കാം. നമുക്കൊരു സോളോ ട്രിപ്പോ ഫാമിലി ഒരു ഫ്രണ്ട്സ് ആയിട്ട് ഒരു ക്വാളിറ്റി ടൈമോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആവശ്യത്തിന് പച്ചപ്പും ഹരിതാപയും തിങ്ങി വീങ്ങുന്ന ഒരു സ്ഥലം. ഇവിടെ കോട്ടേജസ് ആയിട്ടാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് പ്രൈവസിയും ഒട്ടും കുറവില്ലാത്ത ശുദ്ധവായും ഈ കാണുന്ന പോലെ ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ആ കാറ്റൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരുന്നാൽ പിന്നെ സ്ട്രെസ്സും ടെൻഷനും ഒന്നും ആ വഴിക്ക് പോലും വരില്ല. ഇവിടെ ഒരു കുട്ടി ബ്രിഡ്ജും താഴെ നല്ല ക്യൂട്ട് കുഞ്ഞൻ ആമകളും ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു തെങ്ങിലും മാവലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് ഒക്കെ ഏതാണ്ട് സന്ധ്യ ആവുമ്പോഴേക്കും ഓൺ ആവും. ആ ഒരു വ്യൂ ഓഫ് മൈ ഗോഡ്. ഇനി ഓരോ കോട്ടേജസിലേക്ക് പോയാലോ? വെളിയിൽ കിടക്കുന്ന ആ ഒരു ചെയർ കണ്ടോ? പണ്ട് മുത്തശ്ശന്മാരൊക്കെ റിലാക്സ് ചെയ്തിരുന്ന ഒരു സൂപ്പർ കോഫി സാധനം. കോട്ടേജിന്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഡോർസ് വെച്ചിട്ടാണ്. സോ റൂമിന്റെ ഉള്ളിലിരുന്ന് വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോ എന്നെ പോലെ വർക്ക് ഫ്രം എനിവെയർ കോൺസെപ്റ്റിലൊക്കെ ഉള്ളവർക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാം. ഈ കോട്ടേജിന്റെ റൂഫൊക്കെ ഓല കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കൂളിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. ആൻഡ് നല്ല സ്പേഷ്യസുമാണ്. ഇനി കോട്ടേജിലെ റൂമിന്റെ സൈഡിലായിട്ട് ഇവർ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അട്രാക്ഷനത്തെ ഈ കാണുന്ന ഒരു മിനി ബെഡ് സെറ്റപ്പ് ആണ്. ഞാൻ പോയ ടൈമിൽ ഒരു ലേറ്റ് ഈവനിങ്ങിൽ വന്ന മഴയൊക്കെ ഇവിടെ ഇരുന്ന് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. തീർന്നിട്ടില്ല, ഇവർ ഇവിടെ ഒരു ഓപ്പൺ ബാത്ത് ഫെസിലിറ്റി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് കംപ്ലീറ്റ് പ്രൈവസി. ഈ ഒരു ലേക്ക് ഉണ്ടോ, അതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജും നമ്മൾ ഈവനിങ് ടൈം നല്ലപോലെ സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലമാണിത് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ ദിവസവും ഡിഫറെന്റ് മെനു ആയിരിക്കും. മോർണിംഗ് സൺലൈറ്റ് ഒക്കെ കണ്ട് ലേക്കിലേക്ക് നോക്കിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആൻഡ് ഈ ടേബിളിന്റെ ടോപ്പ് ഒക്കെ ക്യാരം ബോർഡ് വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇവിടുന്ന് ഒരു 2 minute വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ചെറായി ബീച്ച് വരുന്നത്. ഇനി സ്ഥലം ഏതാണെന്നോ? ചെറായി ബീച്ചിലുള്ള ലെസ് 3 elephants. അപ്പൊ അത്രേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായി പെട്ടെന്ന് കാണാം. ബൈ, ടേക്ക് കെയർ.